Students, welcome to the fourth session, this fifth module, the very important section, vibration. So, you might have heard about vibration, right? എന്താണ് vibration? Vibration എന്ന് വെച്ചാൽ ഒരു to and fro motion, അല്ലേ? ഒരു to and fro motion from from the equilibrium position of a body. ഞാൻ സിമ്പിളായിട്ട് ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, സപ്പോസ് ഒരു സ്പ്രിങ് ഉണ്ട് അറ്റാച്ച്ഡ് ടു സം സപ്പോർട്ട്. ആ സ്പ്രിങ്ങിന് ഞാനൊരു അതിൻ്റെ എൻഡിൽ മാസ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ, ഡ്യൂ ടു ദി വെയിറ്റ് ഓഫ് ദ മാസ് ആദ്യം ഇത് താഴേക്ക് സ്പ്രിങ് വലിഞ്ഞു പോകും, പിന്നെ നേരെ തിരിച്ച് വീണ്ടും മുകളിലേക്ക് വന്ന്, അല്ലേ? അങ്ങനെ ഒരു സപ്പോസ് ഇതാണ് അതിൻ്റെ ഇക്വിലിബ്രിയം പൊസിഷൻ എങ്കിൽ ഇറ്റ് വിൽ ഓസിലേറ്റ് ഫ്രം ഇറ്റ്സ് ഇക്വിലിബ്രിയം പൊസിഷൻ ടു ആൻഡ് ഫ്രോ, അല്ലേ? താഴേക്ക് മുകളിലേക്ക് ഇങ്ങനെ ഓസിലേറ്റ് ചെയ്തുകൊണ്ട്. ദിസ് ഇസ് ആൻ എക്സാമ്പിൾ ഫോർ വൈബ്രേഷൻ. ആൻഡ് സിമിലർലി സപ്പോസ് ഒരു പെൻഡുലം, നിങ്ങൾ സിമ്പിൾ പെൻഡുലം കണ്ടിട്ടുണ്ട്. പെൻഡുലം ഇങ്ങനെ ഇങ്ങോട്ട് ജസ്റ്റ് ഒന്ന് ഞാൻ വലിച്ചു കഴിഞ്ഞാൽ പെൻഡുലം വിൽ സ്റ്റാർട്ട് ടു ഓസിലേറ്റ് ടുവേഴ്സ് ഇക്വിലിബ്രിയം പൊസിഷൻ. പിന്നെ ഇവിടെ ഇക്വിലിബ്രിയം പൊസിഷൻ എടുത്തിട്ട് വീണ്ടും മുകളിലേക്ക് പോയി ഇവിടെ എത്തും, പിന്നെ തിരിച്ചാദ്യം ഇവിടത്തേക്ക് വരും, പിന്നെ ഇങ്ങോട്ട് പോകും. സോ ദിസ് ഈസ് ഓൾസോ ആൻ എക്സാമ്പിൾ ഓഫ് vibration or oscillatory motion example. So there are different types of vibratory motion. On the free vibration. So a free vibration is a vibration in which after the initial displacement no external force act on the body and the motion maintained by the internal elastic forces is called natural vibration. അപ്പോൾ എന്താണ് ഇവിടെ ആക്ച്വലി സംഭവിക്കുന്നത്? അതായത് ആദ്യം നമ്മളൊരു മാസ് ആഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സപ്പോസ് ഈ മാസിൻ്റെ വെയിറ്റ് കാരണം താഴേക്ക് മൂവ് ചെയ്തു. തിരിച്ചെന്താ വീണ്ടും ഇക്വിലിബ്രിയം പൊസിഷനിലേക്ക് വരുന്നത്? ഡ്യൂ ടു ഇസ് ഇൻറ്റേർണൽ റിസ്റ്റോറിങ് ഫോഴ്സ്. ഇൻറ്റേർണലായിട്ട് ഇതിനൊരു ഇലാസ്റ്റിക് ഫോഴ്സ് അല്ലെങ്കിൽ റിസ്റ്റോറിങ് ഫോഴ്സ് ഉണ്ട്. അതായത് ബോഡിയിൽ ഒരു ഇൻറ്റേർണൽ ഫോഴ്സ് വിൽ ഓൾവേസ് ട്രൈ ടു pull back the material to its equilibrium position. അതായത് ഒരു മിനിമം എനർജി പൊസിഷനാണ് ഇക്വിലിബ്രിയം പൊസിഷൻ. അപ്പോൾ ആ ഇക്വിലിബ്രിയം പൊസിഷനിലേക്ക് പുൾ ബാക്ക് ചെയ്യും, അല്ലേ? അതായത് ആദ്യം ഒരു ഇക്വിലിബ്രിയം പൊസിഷനിലായിരുന്നു, താഴേക്ക് പോകുമ്പോൾ വീണ്ടും എന്തായി, അതിൻ്റെ സ്ട്രെയിൻ എനർജി അല്ലെങ്കിൽ റിസ്റ്റോറിങ് ഫോഴ്സ് മാക്സിമമായി. അപ്പോൾ അതിൻ്റെ സ്ട്രെയിൻ എനർജി മാക്സിമമായി, ലാർജ് എമൗണ്ട് ഓഫ് സ്ട്രെയിൻ എനർജി അതിൽ അക്യൂമുലേറ്റ് ചെയ്യും. ആ സ്ട്രെയിൻ എനർജി കാരണം തിരിച്ച് വീണ്ടും ഈ ഒരു ഇക്വിലിബ്രിയം പൊസിഷനിലേക്ക് തിരിച്ചെത്തി. അപ്പോൾ ഇവിടെ എത്തുമ്പോൾ ഒരു വെരി ഹൈ കൈനറ്റിക് എനർജി വന്നു. കൈനറ്റിക് എനർജി കൂടുതൽ. ഈ കൈനറ്റിക് എനർജി കൂടുതലാകുമ്പോൾ വീണ്ടും അത് ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യാനുള്ള ടെൻഡൻസി വരും. അപ്പോൾ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യുമ്പോൾ ഇത് കംപ്രസ് ചെയ്യപ്പെടുന്നതാണ്. ഈ സ്പ്രിങ് കംപ്രസ് ചെയ്യപ്പെടുമ്പോൾ അതിൻ്റെ സ്ട്രെയിൻ എനർജി മാക്സിമമായി അല്ലെങ്കിൽ ഇൻറ്റേർണൽ റിസ്റ്റോറിങ് എനർജി മാക്സിമമായി വീണ്ടും അത് ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് തിരിച്ചു വരും. അപ്പോൾ വീണ്ടും കൈനറ്റിക് എനർജി മാക്സിമം. അങ്ങനെ ഇത് ടു ആൻഡ് ഫ്രോ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. സെയിം ഇവിടെ പെൻഡുലത്തിൻ്റെ കേസിലും എന്താണ്, ഇവിടെ എത്തുമ്പോൾ ഈ ടോപ്പ് പൊസിഷനിൽ എത്തുമ്പോൾ ഒരു മാക്സിമം പൊട്ടൻഷ്യൽ എനർജി ആയിക്കഴിഞ്ഞാൽ വീണ്ടും അത് തിരിച്ചു വരാനുള്ള ടെൻഡൻസി ഉണ്ടാവും. പൊട്ടൻഷ്യൽ എനർജി റിലീസ് ചെയ്യുമ്പോൾ തിരിച്ചു വരാനുള്ള ടെൻഡൻസി ഉണ്ടാവും. അപ്പോൾ ഇവിടെ എത്തുമ്പോൾ കൈനറ്റിക് എനർജി മാക്സിമം സ്പീഡിൽ ഇവിടെ എത്തുമ്പോൾ മാക്സിമം സ്പീഡായിരിക്കും. അപ്പോൾ മാക്സിമം സ്പീഡ് എന്ന് വെച്ചാൽ ഇവിടെ എത്തുമ്പോൾ അത് റെസ്റ്റിലാകുമ്പോൾ അതിൻ്റെ കൈനറ്റിക് എനർജി 0 ആയി, പൊട്ടൻഷ്യൽ എനർജി മാക്സിമമായി. വീണ്ടും തിരിച്ചെത്തുമ്പോൾ ഇവിടെ പൊട്ടൻഷ്യൽ എനർജി 0 ആയി, കൈനറ്റിക് എനർജി മാക്സിമം ആയതുകൊണ്ട് ഒരു ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ആദ്യം പോകും. അപ്പോൾ ഇവിടെ എത്തുമ്പോൾ അഗൈൻ പൊട്ടൻഷ്യൽ എനർജി മാക്സിമം, കൈനറ്റിക് എനർജി മിനിമം. അങ്ങനെ ഇത് ടു ആൻഡ് ഫ്രോ മൂവ് ചെയ്തോളൂ. ഇവിടെ എന്തായിരുന്നു, ഇവിടെ നമ്മൾ സ്ട്രെയിൻ എനർജിയും കൈനറ്റിക് എനർജിയും മാറിക്കൊണ്ടേയിരിക്കും, ഇൻ്റർചേഞ്ച് ചെയ്തുകൊണ്ട്. ഇവിടെ പൊട്ടൻഷ്യൽ എനർജിയും കൈനറ്റിക് എനർജിയും ഇൻ്റർചേഞ്ച് ചെയ്തുകൊണ്ട്. ഇപ്പോൾ ഈ എനർജിയുടെ ഇൻ്റർചേഞ്ച് കാരണമാണ് ഇത് ടു ആൻഡ് ഫ്രോ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് ഇൻഡെഫിനറ്റ്ലി മൂവ് ചെയ്തുകൊണ്ടിരിക്കും. പക്ഷേ ഒരു എയർ ഫ്രിക്ഷനോ അല്ലെങ്കിൽ വല്ല ഡാമ്പിങ് എലമെൻറ്റോ ഉണ്ടെങ്കിൽ ഈ ടു ആൻഡ് ഫ്രോ മോഷൻ കുറച്ച് കഴിയുമ്പോൾ സ്ലോ ഡൗൺ ചെയ്ത് അവസാനം അതിൻ്റെ മോഷൻ സ്റ്റോപ്പ് ചെയ്യും. അപ്പോൾ അവിടെ നമ്മൾ നോ ഫ്രിക്ഷൻ എന്നുള്ള അസംഷൻ ആണെങ്കിൽ ഐഡിയൽ കേസിൽ എന്തായാലും എയർ ഫ്രിക്ഷൻ ഉണ്ടാവും. പക്ഷെ ആക്ച്വൽ കേസിൽ എപ്പോഴും എയർ ഫ്രിക്ഷൻ ഉണ്ടാവും. പക്ഷേ ഐഡിയൽ കേസിൽ നോ ഫ്രിക്ഷൻ ആണെങ്കിൽ ദിസ് വിൽ ഗോ ഓൺ ഇൻഡെഫിനിറ്റ്ലി. അതായത് ഈ വൈബ്രേറ്റിംഗ് മോഷൻ ഇൻഡെഫിനിറ്റ് ആയിട്ട് മൂവ് ചെയ്ത് കൊടുക്കും, റൈറ്റ്? ഓക്കെ. അങ്ങനെ ഈ ഫ്രീ വൈബ്രേഷൻ എന്ന് വെച്ചാൽ എന്താണ്? ഫ്രീ വൈബ്രേഷൻ ഈസ് നത്തിങ് ബട്ട് ആഫ്റ്റർ ഇനീഷ്യൽ ഡിസ്പ്ലേസ്മെൻറ്റ് നോ എക്സ്റ്റേണൽ ഫോഴ്സ് ആക്ട് ഓൺ ദ ബോഡി. അപ്പോൾ ഇവിടെ നമുക്ക് ഈ മാസിൻ്റെ ഒരു വെയിറ്റ് മാത്രമേ ഉള്ളൂ, വേറെ എക്സ്റ്റേണൽ ഫോഴ്സ് ഒന്നുമില്ല. സപ്പോസ് നമ്മളൊരു എക്സ്റ്റേണൽ ഫോഴ്സ് F ഇതിന് ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ
ആ എക്സ്റ്റേണൽ ഫോഴ്സ് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ദാറ്റ് പർട്ടിക്കുലർ വൈബ്രേഷൻ ഇസ് കോൾഡ് ഫോഴ്സ്ഡ് വൈബ്രേഷൻ. പക്ഷേ നമ്മൾ ആദ്യം ഒരു ഫോഴ്സ് ആഡ് ചെയ്തു, പിന്നെ അത് മൂവ് ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം ആ ഫോഴ്സ് നമ്മൾ റിമൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ ദാറ്റ് വിൽ ബി ഫ്രീ വൈബ്രേഷൻ. അതായത് ഇവിടെ ഈ പെൻഡുലത്തിൻ്റെ മോഷന് വേണ്ടിയിട്ട് സപ്പോസ് ഒരു പെൻഡുലം ഉണ്ട്, സപ്പോസ് ഇവിടെ ഒരു പെൻഡുലം ഉണ്ട്. ഈ പെൻഡുലത്തിന് ഞാൻ ആദ്യം ഇവിടത്തേക്ക് എത്തിക്കാൻ മാത്രം ഒരു ഫോഴ്സ് ആഡ് ചെയ്തു, ഇവിടത്തേക്ക് എത്തിക്കുക. എന്നിട്ട് ഞാൻ ഈ എന്ത് ചെയ്തു, ഈ ഫോഴ്സ് റിമൂവ് ചെയ്തു. ഈ ഫോഴ്സ് റിമൂവ് ചെയ്തതിന് ശേഷം എന്ത് സംഭവിക്കും, ദിസ് വിൽ സ്റ്റാർട്ട് ടു ഓസിലേറ്റ് ലൈക്ക് ദിസ് അല്ലേ. പിന്നെ ഓസിലേറ്റ് ചെയ്ത് ലാസ്റ്റ് ഇത് റെസ്റ്റിലേക്ക് എത്തും. അങ്ങനെയുള്ള മോഷനെ നമ്മൾ ഫ്രീ വൈബ്രേഷൻ, അങ്ങനെയുള്ള വൈബ്രേഷൻ ഫ്രീ വൈബ്രേഷൻ. പക്ഷേ ഞാൻ അപ്ലൈ ചെയ്ത ഫോഴ്സ് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടെങ്കിൽ, ഫോഴ്സ് ഈസ് സ്റ്റിൽ ബീങ് അപ്ലൈഡ് മീൻസ് ദാറ്റ് പർട്ടിക്കുലർ മോഷൻ ഈസ് നോൺ ആസ് വൈബ്രേറ്ററി മോഷൻ, ഫോഴ്സ്ഡ് വൈബ്രേറ്ററി മോഷൻ. അപ്പോൾ ഇവിടെ നമുക്കൊരു എക്സാമ്പിൾ ഇതാ, ഈ സിമ്പിൾ എക്സാമ്പിൾ എന്ന് വെച്ചാൽ വൈബ്രേഷൻ ഓഫ് ഗിറ്റാർ സ്ട്രിങ്. നമ്മൾ ഗിറ്റാർ സ്ട്രിങ് ജസ്റ്റ് നമ്മളൊന്ന് വൈബ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് വിൽ വൈബ്രേറ്റ് ടു ആൻഡ് ഫ്രോ. ഇനി നമ്മൾ ആ അപ്ലൈഡ് ഫോഴ്സ് ഒഴിവാക്കി കഴിഞ്ഞാൽ ഇത് കുറച്ച് കഴിയുമ്പോൾ അത് റെസ്റ്റിലേക്ക് എത്തും. വൈബ്രേഷൻ ഓഫ് ട്യൂണിങ് ഫോർക്ക്, നമ്മൾ ആദ്യം ജസ്റ്റ് ഒന്ന് അടിക്കും, പിന്നെ അതിങ്ങനെ വൈബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കും, കുറച്ച് കഴിഞ്ഞാൽ നിൽക്കും അല്ലേ. കാരണം നമ്മൾ അപ്ലൈ ചെയ്ത ഫോഴ്സ് നമ്മൾ റിമൂവ് ചെയ്ത് കഴിഞ്ഞു. Now different types of vibration, ഒന്ന് ലോഞ്ചിറ്റ്യൂഡിനൽ വൈബ്രേഷൻ, പിന്നെ ട്രാൻസ്വേഴ്സ് വൈബ്രേഷൻ, ടോർഷണൽ വൈബ്രേഷൻ. എന്തൊക്കെയാണ് നോക്കാം. ലോഞ്ചിറ്റ്യൂഡിനൽ വൈബ്രേഷൻ എന്ന് വെച്ചാൽ when the particles of a bar or disc moves parallel to the axis of shaft, then the vibrations are known as longitudinal vibration. The bar is elongated and shortened alternatively, thus the tensile and compressive stresses are inducted in the bar. The motion of the spring mass system is longitudinal vibration. ഇതാണ് ലോഞ്ചിറ്റ്യൂഡിനൽ വൈബ്രേഷൻ. അതായത് മോഷൻ ഈസ് പാരലൽ ടു ദ ആക്സിസ്. അതായത് ഇനീഷ്യൽ പൊസിഷൻ ബി ആയിരുന്നു, ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ താഴേക്ക് സിയിലേക്ക് വന്നു, പിന്നെ മുകളിലേക്ക് എയിലേക്ക് പോയി, എ ടു സി ഇങ്ങനെ ടു ആൻഡ് ഫ്രോ മൂവ് ചെയ്തുകൊണ്ട്. അപ്പോൾ അതാണ് ലോഞ്ചിറ്റ്യൂഡിനൽ വൈബ്രേഷൻ. സോ ഹിയർ bar or disc moves parallel to the axis of shaft, the vibrations are known as longitudinal vibration. The bar is elongated. സിയിലേക്ക് എത്തുമ്പോൾ എന്തായി, ഈ ബാർ ഇലോങ്ങേറ്റഡ് അല്ലേ, ഈ ഷാഫ്റ്റ് ഇലോങ്ങേറ്റഡ് ആവും. തിരിച്ച് എയിലേക്ക് പോകുമ്പോഴോ ഇത് കംപ്രസ്ഡ് ആവും. ആക്ച്വൽ എന്ന് വെച്ചാൽ ഇതായിരുന്നു, ബിയിലുള്ള പൊസിഷനാണ് ആക്ച്വൽ പൊസിഷൻ, ഈ പൊസിഷനാണ് ആക്ച്വൽ പൊസിഷൻ. പക്ഷേ സിയിലേക്ക് എത്തുമ്പോൾ ഇത് ഇലോങ്ങേറ്റായി, എയിലേക്ക് എത്തുമ്പോൾ അത് കംപ്രസ്ഡ് ആയി. അപ്പോൾ കംപ്രഷൻ ടെൻസൈൽ ആൻഡ് കംപ്രസീവ് സ്ട്രെസ് ആൾട്ടർനേറ്റീവായിട്ട് അതിൽ ഇൻഡക്ട് ചെയ്യപ്പെടുന്നു. രണ്ടാമത്തെ വെച്ചാൽ ട്രാൻസ്വേഴ്സ് വൈബ്രേഷൻ. വെൻ ദ പാർട്ടിക്കിൾസ് ഓഫ് ദ ബാർ ഓർ ഡിസ്ക് മൂവ് അപ്രോക്സിമേറ്റ്ലി പെർപെൻഡിക്കുലർ ടു ദ ആക്സിസ് ഓഫ് ബാർ. എന്ന് വെച്ചാൽ നമുക്കിത് ഇവിടെ കാണാൻ പറ്റും. ആക്സിസിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഒരു സിമ്പിൾ പെൻഡുലം ഇതിൻ്റെ ഓസിലേഷൻ ഒരു കൈൻഡ് ഓഫ് ട്രാൻസ്വേഴ്സ് വൈബ്രേഷൻ ആയിട്ട് നമുക്ക് അസ്യൂം ചെയ്യാൻ പറ്റും. ഇത് ടു ആൻഡ് ഫ്രോ പാരലൽ ടു ആക്സിസ്, ഇത് ടു ആൻഡ് ഫ്രോ പെർപെൻഡിക്കുലർ ആക്സിസ്. ഇനി ടോർഷണൽ വൈബ്രേഷൻ ഉണ്ട്. when the particles of the bar or disc get alternatively twisted and untwisted, അതാണ് ടോർഷണൽ വൈബ്രേഷൻ. ട്വിസ്റ്റഡ് ആൻഡ് അൺട്വിസ്റ്റഡ്. അപ്പോൾ ഇതൊരു ഷാഫ്റ്റിന് നമ്മളൊരു ഡിസ്ക് ഉണ്ട്, ഈ ഡിസ്കിൻ്റെ ടോപ്പ് വ്യൂ ഉണ്ടോ. ഈ ഡിസ്ക് എന്ന് പറയുന്നത് സപ്പോസ് ഈ ഡിസ്ക് ഞാൻ ജസ്റ്റ് ഡിസ്കിന് ഞാനൊരു ട്വിസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ അത് പിന്നെ ഇങ്ങനെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ട്വിസ്റ്റ് ചെയ്യുകയും അൺട്വിസ്റ്റ് ചെയ്യും. അത് ട്വിസ്റ്റ് കൊടുത്ത് കഴിയുമ്പോൾ ജസ്റ്റ് ഇങ്ങോട്ട് മൂവ് ചെയ്തു. അതാ ഈ ഫിഗറിൽ ബി എന്നുള്ള പോയിന്റ് എയിലേക്ക് മൂവ് ചെയ്തു, കുറച്ച് കഴിയുമ്പോൾ സിയിലേക്ക് മൂവ് ചെയ്തു, വീണ്ടും എ സി അങ്ങോട്ടും ഇങ്ങോട്ടും ട്വിസ്റ്റിംഗ് ആൻഡ് അൺട്വിസ്റ്റിംഗ് ചെയ്യുന്ന വൈബ്രേഷനാണ് നമ്മൾ ടോർഷണൽ വൈബ്രേഷൻ എന്ന് പറയുന്നത്. So it is said to be undergoing torsional vibration. In this case, torsional shear stress are induced. ഇവിടെ ടോർഷണൽ ഷിയർ സ്ട്രെസ് ഇതൊന്നും നിങ്ങൾ ആക്ച്വലി പഠിക്കേണ്ട ആവശ്യമില്ല, കാരണം ഇതൊരു ഹയർ ലെവലിൽ പഠിക്കേണ്ട. നിങ്ങൾ സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസ് എന്നുള്ളൊരു, അല്ലെങ്കിൽ സോളിഡ് മെക്കാനിക്സ് എന്നുള്ള സബ്ജക്റ്റ് S3 വരും, മെയിൻലി ഫോർ മെക്കാനിക്കൽ സ്റ്റുഡൻസ് ആൻഡ് സിവിൽ സ്റ്റുഡൻസ്. അവരെ മാത്രമാണ് ഇതെന്താണ് ഈ ടോർഷണൽ ഷിയർ സ്ട്രെസ്. ഇവിടെയാണെങ്കിൽ ട്രാൻസ്വേഴ്സ് വൈബ്രേഷനിൽ ബെൻഡിങ് സ്ട്രെസ് വരും, ലോഞ്ചിറ്റ്യൂഡിനൽ വൈബ്രേഷനിൽ കംപ്രസീവ് ആൻഡ് ടെൻസൈൽ സ്ട്രെസ് വരും. എന്തൊക്കെയാണ് ഇത് എന്നുള്ളത് ഇപ്പോൾ ഔട്ട് ഓഫ് സ്കോപ്പാണ് ഈ ഒരു സെമസ്റ്ററിലൊക്കെ.
അപ്പോൾ ടൈപ്സ് ഓഫ് ഫ്രീ വൈബ്രേഷൻ പഠിച്ചു. ഇനി ഫോഴ്സ്ഡ് വൈബ്രേഷൻ. ഫോഴ്സ്ഡ് വൈബ്രേഷൻ എന്താണ്? വെൻ ദ ബോഡി വൈബ്രേറ്റ്സ് അണ്ടർ ദി ഇൻഫ്ലുവൻസ് ഓഫ് എക്സ്റ്റേണൽ പീരിയോഡിക് ഫോഴ്സ്. അതായത് എക്സ്റ്റേണൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ആ വൈബ്രേഷൻ നമ്മൾ ഫോഴ്സ്ഡ് വൈബ്രേഷൻ എന്ന് വിളിക്കും. സോ ദ ബോഡി ഡസ് നോട്ട് വൈബ്രേറ്റ് വിത്ത് ഇറ്റ്സ് നാച്ചുറൽ ഫ്രീക്വൻസി, ബട്ട് ഇറ്റ് വൈബ്രേറ്റ്സ് വിത്ത് ഫ്രീക്വൻസി ഓഫ് ദ ഡ്രൈവർ. ഡ്രൈവർ എന്ന് വെച്ചാൽ എക്സ്റ്റേണൽ ഫോഴ്സാണ് ഡ്രൈവിംഗ് ഫോഴ്സ്. അപ്പോൾ ഡ്രൈവിംഗ് ഫോഴ്സിന് ഒരു പീരിയോഡിക് ഫോഴ്സ് ആയിരിക്കും. പീരിയോഡിക് ഫോഴ്സ് എന്ന് വെച്ചാൽ ഇങ്ങനെ ആൾട്ടർനേറ്റീവായിട്ട് വാല്യൂ ചേഞ്ച് ചെയ്യുന്ന ഫോഴ്സ്, ആൾട്ടർനേറ്റീവായിട്ട് വാല്യൂ ചേഞ്ച് ചെയ്യുന്ന ഫോഴ്സ്, അതിൻ്റെ ഫ്രീക്വൻസി, ആ ചേഞ്ചിങ് ഫ്രീക്വൻസിയിലായിരിക്കും ഈ ബോഡിയും വൈബ്രേറ്റ് ചെയ്യുക. നാച്ചുറൽ ഫ്രീക്വൻസിയിലായിരിക്കില്ല, അതിൻ്റെ എക്സ്റ്റേണൽ ഫോഴ്സിൻ്റെ ഫ്രീക്വൻസി. സോ ദ ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദ വൈബ്രേഷൻ ഡിക്രീസസ് ഡ്യൂ ടു ഡാമ്പിംഗ് ഫോഴ്സസ്, ബട്ട് ഓൺ അക്കൗണ്ട് ഓഫ് എനർജി ഗെയിൻ ഫ്രം ദ എക്സ്റ്റേണൽ സോഴ്സ് ഇറ്റ് റിമെയിൻസ് കോൺസ്റ്റൻറ്റ്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ അപ്ലൈ ചെയ്ത ഫോഴ്സ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഡാമ്പിംഗ് എന്നുള്ളൊരു റെസിസ്റ്റൻസ്, എയർ റെസിസ്റ്റൻസ് അല്ലെങ്കിൽ ഫ്രിക്ഷൻ, ഇതൊക്കെയാണ് ഡാമ്പിങ്. ആ ഡാമ്പിങ് കാരണം ഈ ഇൻഡെഫിനിറ്റ് ആയിട്ടുള്ള മോഷൻ ഒരു പർട്ടിക്കുലർ ടൈം എത്തുമ്പോൾ മോഷൻ സീസ് ചെയ്യും, അതായത് മോഷൻ സ്റ്റോപ്പ് ചെയ്യും. അതാണ് ഡാമ്പിങ്. പക്ഷേ ഫോഴ്സ്ഡ് വൈബ്രേഷൻ ആണെങ്കിൽ ഡാമ്പിങ്ങിനെ ഓവർകം ചെയ്യാൻ നമ്മൾ എക്സ്റ്റേണൽ ഫോഴ്സ് ഉണ്ട്, അല്ല എക്സ്റ്റേണൽ ഫോഴ്സ് ഉണ്ട്. എക്സ്റ്റേണൽ ഫോഴ്സ് ഉള്ളതുകൊണ്ട് ബട്ട് ഓൺ അക്കൗണ്ട് ഓഫ് എനർജി ഗെയിൻ ഫ്രം ദ എക്സ്റ്റേണൽ സോഴ്സ് ആ ആംപ്ലിറ്റ്യൂഡ് ഇങ്ങനെ കോൺസ്റ്റൻ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യും. എന്താണ് ഈ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത്? സപ്പോസ് ഒരു പെൻഡുലത്തിൻ്റെ ആംപ്ലിറ്റ്യൂഡ് എന്ന് വെച്ചാൽ മാക്സിമം, ഈ ഒരു മാക്സിമം ഹൈറ്റിലേക്ക് എത്തിക്കഴിഞ്ഞാൽ മാക്സിമം ഹൈറ്റിനാണ് ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയും. അപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ ആംപ്ലിറ്റ്യൂഡ് കുറയും, അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെൻറ്റ് കുറയും. ഇവിടം വരെ എത്തും, കുറച്ച് കഴിഞ്ഞാൽ ഇവിടം വരെ എത്തും, കുറച്ച് കഴിഞ്ഞാൽ ഇവിടെ റെസ്റ്റ് ചെയ്യും. അപ്പോൾ എക്സ്റ്റേണൽ അപ്ലൈഡ് ഫോഴ്സ് ഇല്ലെങ്കിൽ ഇതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് ഇങ്ങനെ കുറഞ്ഞു വരും, അല്ലേ? കാരണം എന്താണ്? ഡാമ്പിങ് കാരണം. പക്ഷേ എക്സ്റ്റേണൽ ഫോഴ്സ് ഉണ്ടെങ്കിൽ ആംപ്ലിറ്റ്യൂഡ് റിമെയിൻസ് കോൺസ്റ്റൻ്റ് ആണെന്ന് പറയുന്നത്. So in this vibration, the amplitude and energy remains constant with respect to time. Third, damped vibration. So the vibration of a body whose amplitude goes on reducing over every cycle of a vibration. അതായത് നേരത്തെ പറഞ്ഞ പോലെ സപ്പോസ് ഒരു സ്പ്രിങ് ഉണ്ട്, സ്പ്രിങ് മാസ് സിസ്റ്റം. അപ്പോൾ ആദ്യം ഈ സ്പ്രിങ്ങിൻ്റെ വെയിറ്റ് കാരണം ഇവിടം വരെ ഇലോങ്ങേറ്റായി, പിന്നെ ഇവിടം വരെ കംപ്രസ്സുമായി. ഇതാണ് ഇക്വിലിബ്രിയം പൊസിഷൻ, ഇതാണ് ഇലോങ്ങേഷൻ പൊസിഷൻ, ഇതാണ് കംപ്രസ്ഡ് പൊസിഷൻ. കുറച്ച് കഴിഞ്ഞാൽ അടുത്ത സൈക്കിളിൽ വെച്ചാൽ അടുത്ത സൈക്കിളിൽ ചിലപ്പോൾ ഇത്രത്തോളം ഇലോങ്ങേറ്റ് ചെയ്യണമെന്നില്ല, ഇത്രത്തോളം കുറച്ച് ഇവിടം വരെ ഇലോങ്ങേഷൻ ഉണ്ടാവും. കംപ്രഷൻ ഇവിടം വരെ. അതായത് അതിൻ്റെ ആംപ്ലിറ്റ്യൂഡ്, അതായത് ഇതാണ് മാക്സിമം ആംപ്ലിറ്റ്യൂഡ്. പിന്നെ അതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് കുറഞ്ഞു വന്നു. അങ്ങനെ കുറഞ്ഞു പോകുന്ന കേസുകളിലാണ് ഡാമ്പിങ് ഉണ്ടെന്ന് പറയുന്നത്. ഈ ഡാമ്പിങ് എന്ന് വെച്ചാൽ എന്താ? ഫ്രിക്ഷനാണ്. സോ ദ വൈബ്രേഷൻ ഓഫ് ബോഡി whose amplitude goes on reducing over every cycle of vibration is known as damped vibration. This is due to the fact that certain amount of energy possessed by the vibrating body is always dissipated in overcoming frictional resistance. ഫ്രിക്ഷൻ, എയർ റെസിസ്റ്റൻസ് അല്ലെങ്കിൽ ഫ്രിക്ഷൻ കാരണം ആ ഫ്രിക്ഷൻ ഓവർകം ചെയ്യാൻ കുറേ എനർജി പോയി കഴിഞ്ഞു, അപ്പോഴാണ് നമ്മൾ ആംപ്ലിറ്റ്യൂഡ് കുറയും. അങ്ങനെ കുറഞ്ഞ് ആംപ്ലിറ്റ്യൂഡ് കുറഞ്ഞ് പിന്നെ ഇനീഷ്യൽ ഇക്വിലിബ്രിയം പൊസിഷനിൽ റെസ്റ്റ് ചെയ്യാൻ തുടങ്ങും. This vibration, the amplitude of vibration decreases exponentially due to damping forces like frictional force, viscous force and hysteresis, etc. Now we will move to simple harmonic motion. You might have already studied in your school classes or plus 2 classes. So any motion that repeats itself precisely over equal period of time is called periodic motion. അപ്പോൾ നമ്മൾ പറഞ്ഞു ഈ വൈബ്രേഷൻ എന്ന് വെച്ചാൽ സൈക്കിളാണ്, അതായത് ടു ആൻഡ് ഫ്രോ മോഷനാണ്. അപ്പോൾ ഒരു സൈക്കിൾ കംപ്ലീറ്റ് ചെയ്തു, അതായത് സപ്പോസ് ഒരു സ്പ്രിങ് മാസ് സിസ്റ്റം താഴെ പോയി, ഇവിടത്തേക്ക് ഇലോങ്ങേറ്റ്, പിന്നെ ഇവിടത്തേക്ക് കംപ്രസ് ചെയ്യപ്പെട്ടു, അല്ലേ? ഇലോങ്ങേറ്റ് ചെയ്തു, കംപ്രസ് ചെയ്തു. ഇതായിരുന്നു മീൻ പൊസിഷൻ. ഇവിടത്തേക്ക് ഇലോങ്ങേഷൻ, ഇവിടത്തേക്ക് കംപ്രഷൻ. അപ്പോൾ ഒരു ഇലോങ്ങേഷൻ, ഒരു കംപ്രഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു സൈക്കിൾ കംപ്ലീറ്റ് ആയി. എന്താണ്? ഒരു സൈക്കിൾ കംപ്ലീറ്റ് ആയി. ഇനി അടുത്ത സൈക്കിളിൽ വീണ്ടും എന്തായി? ഇലോങ്ങേഷൻ കംപ്രഷൻ. അപ്പോൾ അടുത്ത സൈക്കിൾ 2 സൈക്കിൾ അഗെയിൻ ഇലോങ്ങേഷൻ കംപ്രഷൻ. ഓക്കെ. സോ എനി മോഷൻ ദാറ്റ് റിപ്പീറ്റ്സ് ഇറ്റ്സെൽഫ് പ്രിസൈസ്ലി ഓവർ ഈക്വൽ പീരിയഡ്സ് ഓഫ് ടൈം. അപ്പോൾ ഇതിൻ്റെ ഓരോ സൈക്കിളും ഒരു ഈക്വൽ പീരീഡ് ഓഫ് ടൈമിൽ
റിപ്പീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് പീരിയോഡിക് മോഷൻ എന്ന് വിളിക്കാം. അപ്പോൾ എല്ലാ വൈബ്രേഷനും പീരിയോഡിക് മോഷൻ ആവണമെന്നില്ല, എല്ലാ വൈബ്രേഷനും പീരിയോഡിക് മോഷൻ ആവുന്നില്ല. ഇഫ് ദ സൈക്കിൾ റിപ്പീറ്റ്സ് പ്രിസൈസ്ലി ഓവർ ഈക്വൽ പീരിയഡ് ഓഫ് ടൈം ആണെങ്കിൽ മാത്രമേ നമുക്കതിനെ പീരിയോഡിക് മോഷൻ എന്ന് വിളിക്കാൻ പറ്റും, പീരിയോഡിക് മോഷൻ എന്ന് വിളിക്കാൻ പറ്റും. ഓക്കെ, പീരിയോഡിക് മോഷൻ ആവണമെങ്കിൽ ഇറ്റ് ഷുഡ് റിപ്പീറ്റ്, ദ സൈക്കിൾ ഷുഡ് റിപ്പീറ്റ് ഓവർ ഈക്വൽ പീരിയഡ് ഓഫ് ടൈം. So if that periodic motion is generated by a linear restoring force, then it's simple harmonic motion. അപ്പോൾ ആ പീരിയോഡിക് മോഷൻ ജനറേറ്റ് ചെയ്യപ്പെടുന്നത് ഒരു ലീനിയർ റിസ്റ്റോറിങ് ഫോഴ്സ് കൊണ്ടാണെങ്കിൽ അതിനെ സിമ്പിൾ ഹാർമോണിക് മോഷൻ എന്ന് വിളിക്കാം. ലീനിയർ റിസ്റ്റോറിങ് ഫോഴ്സാണ് നമ്മുടെ പെൻഡുലത്തിൻ്റെ കേസിലായാലും ഒരു സ്പ്രിംഗ് മാസ് സിസ്റ്റത്തിൻ്റെ കേസിലായാലും അതൊരു ലീനിയർ റിസ്റ്റോറിങ് ഫോഴ്സ് കാരണമാണ് അത് ആ ഒരു സൈക്കിൾ കണ്ടിന്യൂ ചെയ്യുന്നത്. അങ്ങനെയുള്ള പീരിയോഡിക് മോഷൻ നമ്മൾ സിമ്പിൾ ഹാർമോണിക് മോഷൻ എന്ന് വിളിക്കും. സിമ്പിൾ ഹാർമോണിക് മോഷൻ SHM. So what is the difference between periodic and simple harmonic motion? In this periodic motion, the displacement of the object may or may not be in the direction of restoring force. പക്ഷേ simple harmonic motion, the displacement of the object is always in the opposite direction of restoring force. The periodic motion may or may not be oscillatory. Simple harmonic motion is always oscillation എന്ന് വെച്ചാൽ to and fro motion. Examples are the motion of the hands of a clock, the motion of a wheels of a car. Simple harmonic motion examples are the motion of a pendulum, motion of a spring. സ്പ്രിങ്ങും പെൻഡുലും ഒക്കെ ഒരു SHM ആണ്, അതായത് സിമ്പിൾ ഹാർമോണിക് മോഷൻ ആണ്. കാരണം അതിൻ്റെ എന്താണ് ഇറ്റ് ഈസ് ഓൾവേസ് ഓസിലേഷൻ ആണ്, ടു ആൻഡ് ഫ്രോ മോഷൻ ഉണ്ട്. അതേപോലെ റിസ്റ്റോറിങ് ഫോഴ്സിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും ഡിസ്പ്ലേസ്മെൻറ്റ്. പക്ഷേ ജസ്റ്റ് ഒരു പീരിയോഡിക് മോഷൻ ആണെങ്കിൽ ഇറ്റ് മേ ഓർ മേ നോട്ട് ബി ഓസിലേറ്ററി ആവണമെന്ന് നിർബന്ധമില്ല. പക്ഷേ എവറി സിമ്പിൾ ഹാർമോണിക് മോഷൻ ഒരു പീരിയോഡിക് മോഷൻ ആയിരിക്കും. ഓൾ പീരിയോഡിക് മോഷൻ മേ ഓർ മേ നോട്ട് ബി സിമ്പിൾ ഹാർമോണിക് മോഷൻ. അതാണ്. അപ്പോൾ ഇതിൻ്റെ എക്സാമ്പിൾ മോഷൻ ഓഫ് ദ ഹാൻഡ്സ് ഓഫ് എ ക്ലോക്ക്. ഇപ്പോൾ ക്ലോക്ക് എന്താണ്? ക്ലോക്ക് ഇങ്ങനെ ഒരു പീരിയോഡിക്കായിട്ട് ഒരു സൈക്കിൾ കംപ്ലീറ്റ് ചെയ്തിട്ട് വരുന്നുണ്ട് അല്ലേ. പക്ഷെ അത് സിമ്പിൾ ഹാർമോണിക് ആണെന്ന് പറയാൻ പറ്റില്ല, കാരണം അത് ടു ആൻഡ് ഫ്രോ മോഷൻ ഒന്നുമല്ല, പീരിയോഡിക്കാണ്. ഒരു പർട്ടിക്കുലർ പീരീഡ് ഓഫ് ടൈമിൽ ഒരു സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്, വീണ്ടും അടുത്ത സെയിം പീരീഡ് ഓഫ് ടൈമിൽ ഒരു സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ അത് ഒരു ടു ആൻഡ് ഫ്രോ മോഷൻ അല്ലെങ്കിൽ സിമ്പിൾ ഹാർമോണിക് മോഷൻ എന്നൊന്നും പറയാൻ പറ്റില്ല. കാരണം the displacement of the object may or may not be in the direction of restoring force ആണ്. ഇപ്പോൾ ക്ലോക്ക് അല്ലെങ്കിൽ വീൽ, ഒരു കാറിൻ്റെ വീല് തിരിയുന്നത് ഒരു പർട്ടിക്കുലർ പീരീഡ് ഓഫ് ടൈമിൽ അത് കംപ്ലീറ്റ് റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്, സെയിം ഒരു പീരീഡ് ഓഫ് ടൈമിൽ വീണ്ടും അത് റൊട്ടേറ്റ് ചെയ്യാം. അപ്പോൾ അതൊരു പീരിയോഡിക് മോഷൻ ആണെന്ന് പറയാൻ പറ്റും. പക്ഷെ അതൊരു സിമ്പിൾ ഹാർമോണിക് മോഷൻ അല്ലെങ്കിൽ ഓസിലേറ്ററി മോഷൻ എന്ന് പറയാൻ പറ്റില്ല. ഓക്കെ, അതാണ് ഡിഫറൻസ്. സിമ്പിൾ ഹാർമോണിക് മോഷൻ ഒരു ഓസിലേറ്ററി മോഷനാണ്. ഓക്കെ, അതിന് കൺസെപ്റ്റ് ഓഫ് SHM അല്ലെങ്കിൽ സിമ്പിൾ ഹാർമോണിക് മോഷൻ എന്താണ്? ആംപ്ലിറ്റ്യൂഡ്. ദ മാക്സിമം ഡിസ്പ്ലേസ്മെന്റ് ഓഫ് എ പാർട്ടിക്കിൾ ഫ്രം ഇറ്റ്സ് ഇക്വിലിബ്രിയം പൊസിഷൻ ഓർ മീൻ പൊസിഷൻ ഈസ് ഇറ്റ്സ് ആംപ്ലിറ്റ്യൂഡ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഇപ്പോൾ ഒരു പെൻഡുലുണ്ടെങ്കിൽ അതിൻ്റെ മാക്സിമം മുകളിലേക്ക് ഈ ഒരു ലെവലിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അതിൻ്റെ മാക്സിമം ലെവലാണെങ്കിൽ ആ മാക്സിമം ലെവൽ, അതായത് ഈ ഒരു ഹൈറ്റ് ആണ് ആംപ്ലിറ്റ്യൂഡ്. ഈ ലെവൽ ഡിഫറൻസ് നമ്മൾ ആംപ്ലിറ്റ്യൂഡ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇറ്റ്സ് SI യൂണിറ്റ് ഈസ് മീറ്റർ, ഡിസ്റ്റൻസ് ആണ് അതല്ലേ, അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ്. ഇറ്റ്സ് ഡയറക്ഷൻ ഈസ് ഓൾവേസ് എവേ ഫ്രം ദ മീൻ ഓർ ഇക്വിലിബ്രിയം പൊസിഷൻ എവേ ആയിരിക്കും. അടുത്ത പീരിയഡ്. ദ ടൈം ടേക്കൺ ബൈ എ പാർട്ടിക്കിൾ ടു കംപ്ലീറ്റ് വൺ ഓസിലേഷൻ ഈസ് പീരിയഡ്. അപ്പോൾ ഒരു ഓസിലേഷൻ അല്ലെങ്കിൽ ഒരു സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്ന ടൈമിനെയാണ് നമ്മൾ ടൈം പീരിയഡ് എന്ന് പറയുന്നത്. സോ therefore period is if SHM is the least time after which the motion will repeat itself. അതായത് ഒരു മോഷൻ റിപ്പീറ്റ് ചെയ്യുന്ന ലീസ്റ്റ് ടൈം, അതിനെയാണ് നമ്മൾ ടൈം പീരിയഡ് എന്ന് വിളിക്കുന്നത്. The motion will repeat itself after NT അല്ലെങ്കിൽ NT or N is an integer. അതായത് ചിലപ്പോൾ 2 ടൈം പീരിയഡിൽ റിപ്പീറ്റ് ചെയ്യും, ചിലപ്പോൾ 3 ടൈം പീരിയഡിലും റിപ്പീറ്റ് ചെയ്യും. അപ്പോൾ N is an integer ആണ്. അടുത്ത ഫ്രീക്വൻസി എന്താണ്? ഫ്രീക്വൻസി ഓഫ് എൻ SHM is the number of oscillations that a particle performs per unit time. അതായത് ഒരു യൂണിറ്റ് ടൈമിൽ
ഒരു സെക്കൻഡിൽ എത്ര സൈക്കിൾ, എക്സ് സൈക്കിൾ, അപ്പോൾ എക്സ് ആണ് ഫ്രീക്വൻസി. ഒരു സെക്കൻഡിൽ കംപ്ലീറ്റ് ചെയ്യുന്ന സൈക്കിളിൻ്റെ എണ്ണത്തിനെയാണ് നമ്മൾ ഫ്രീക്വൻസി എന്ന് പറയുന്നത്. ഫ്രീക്വൻസി ആക്ച്വലി ഫ്രീക്വൻസി എന്ന് വെച്ചാൽ 1/ടൈം പീരീഡ് ആയിരിക്കും. ഒരു ടൈം പീരീഡിൽ ഒരു സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യും. അപ്പോൾ എഫ് എന്ന് വെച്ചാൽ 1/t ആയിരിക്കും. ഫേസ് ഓഫ് SHM is its state of oscillation. Magnitude and direction of the displacement of particle represents the phase. അപ്പോൾ magnitude and direction of displacement and direction represent the phase of that SHM. Okay. Thank you. This concludes this session. Thank you.